ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് അസാബുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകളുടെ വിവരങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ കീമോതെറാപ്പി നേഴ്സിംഗ് ആണ് എൻ്റെ ഈ കോഴ്സിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ പഠനം വരുന്നത് 360 മണിക്കൂറാണ്. നേരിട്ടാണ് പഠിക്കേണ്ടത്. മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് പഠിക്കേണ്ടത്. ഏകദേശം ഒരു വർഷത്തേക്ക് 6 ലക്ഷത്തോളം സാലറി ലഭിക്കാൻ സാധ്യതയുള്ള ഈ കോഴ്സിന് GNM, BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് ഉള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇത് റിക്രൂട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങൾ RCC, MCC, കിംസ്, ആസ്റ്റർ മെഡിസിറ്റി, രാജഗിരി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേസ്മെൻറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ കോഴ്സ് 25-ാം തീയതിയാണ് ഈ കോഴ്സിൻ്റെ ഡേറ്റ് അവസാനിക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നവംബർ 26-ന് അവസാനിക്കുന്ന ഒരു കോഴ്സ് കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എൻറോൾഡ് ഏജൻറ്റ്, അതായത് ടാക്സുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് ഇതിന് ലഭിക്കുന്നത്. ആ കോഴ്സ് നവംബർ 28-നാണ് അവസാനിക്കുന്നത്. IRS ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ കോഴ്സിന് നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. അതിനുശേഷം വരുന്നത് നവംബർ 28-ന് അവസാനിക്കുന്ന ഒരു കോഴ്സാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആൻറ്റി ലോണ്ടറിങ് KYC. ആ ഒരു കോഴ്സ് 28-ാം തീയതിയോടുകൂടി അവസാനിക്കുന്നുണ്ട്. അതിലത്തേക്കും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിലുള്ള ഒരു കോഴ്സാണ് 29-ാം തീയതി അവസാനിക്കുന്നു, ആൻഡ്രോയിഡ് കോഴ്സ്. ആ കോഴ്സ് 29-ാം തീയതി അവസാനിക്കുന്നു. നവംബർ 30-ന് അവസാനിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ആട്ടോടെക് BIM ഫോർ ആർക്കിടെക്ചർ ഡിസൈൻ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഗോ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, അതും 30-ാം തീയതി അവസാനിക്കുകയാണ്. പോർട്ടുമായി ബന്ധപ്പെട്ട പോർട്ടുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് ഇത് വരുന്നത്. അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 30-ാം തീയതി അവസാനിക്കുന്ന മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. നവംബർ 30-നാണ് അവസാന തീയതി വരുന്നത്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ സെക്രട്ടറി എന്നൊരു കോഴ്സ്, ആ കോഴ്സും 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. പിന്നെ ഉള്ള കോഴ്സുകളെന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി തെറാപ്പി. അതിനുശേഷം വേറൊരു കോഴ്സ് ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി. പിന്നൊരു കോഴ്സ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതുമാത്രമല്ല, നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളെന്ന് പറയുന്നത് 60-ാമത്തെ ഷിപ്പ് എന്ന് പറയുന്നത് MSc കാത്രൈൻ 6 മദർഷിപ്പാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 61-ാമത് MSc എൽസ 3 വെസലാണ് എത്തിയിരിക്കുന്നത്. അത് 2-ാം പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 62-ാമതായി എത്തിയിരിക്കുന്നത് MSc വിവിയാന, അത് മദർ വെസലാണ്, മദർഷിപ്പാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതിപ്പോൾ വിഴിഞ്ഞം പോർട്ടിലുണ്ട്. അതിനുശേഷം വന്ന ഷിപ്പ് എന്ന് പറയുന്നത് 63-ാമതായി എത്തിയത് MSc സെറയ 3 എന്നുള്ള ഷിപ്പാണ്. അതും വെസലാണ് എത്തിയിരിക്കുന്നത്. അത് കൊളംബോയിൽ നിന്നും വിഴിഞ്ഞം വന്ന് അവിടെ നിന്ന് മഡഗാസ്കറിലേക്കാണ് ആ ഷിപ്പ് പോയിട്ടുള്ളത്. അത് ഇന്ന് രാത്രി 9:30 മണിയോടുകൂടി ഇവിടെ നിന്നും 780 കണ്ടെയ്നറുകളുമായാണ്, അതിൻ്റെ വർക്കുകളുമായിട്ടാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത്. അസാപ്പിലെ കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇതുവരെ നൽകിയിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അഡ്വാൻസ് ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹാൻഡ്സ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോഴ്സ് വളരെയധികം തൊഴിൽ സാധ്യതയുള്ളൊരു കോഴ്സാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയും
ഡിപ്ലോമോ ITI പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി വളരെ നല്ല ഒരു കോഴ്സാണ് കോഴ്സ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉചിതമായ സമയത്ത് മെഡിക്കൽ ഉപകരണങ്ങളുടെ രൂപകൽപ്പന, ഇൻസ്റ്റാളേഷൻ, പരിപാലനം, സാങ്കേതിക പിന്തുണ എന്നിവയിൽ എഞ്ചിനീയറിംഗ് ആശയങ്ങൾ പ്രയോഗിക്കുന്നതിന് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് ഈ കോഴ്സ്. ഈ കോഴ്സിൻ്റെ അവസാന തീയതി 31/12/2024 ഇതിലടയ്ക്കേണ്ട ഫീസ് വന്നത് 24,190 രൂപയാണ്. ലോൺ സംവിധാനം ഇതിനകത്തുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല കോഴ്സാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.